ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു തൈര് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു വൈതരിങ്ങ തൈര് കറി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് വയറ് നിറച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അത്രയും രുചികരമായിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാത്ത മക്കൾക്കൊക്കെ ഈ ഒരു വൈതരിങ്ങ തൈര് കറി തയ്യാറാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കളും നന്നായിട്ട് വയറ് നിറച്ചും ചോറ് കഴിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് വൈതരിങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രത്തോളം വൈതരിങ്ങ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക്, എന്നാലിത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. അപ്പം ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്തിട്ട് ഈ ഒരു വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെ അല്ലേ. ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുമ്പോൾ. ഓരോരോ ഭക്ഷണങ്ങളും തയ്യാറാക്കിയിട്ടിടുമ്പോൾ അതിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റും കൂടുതലാണ്. അങ്ങനെ വൈതരിങ്ങ ഇതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് കനം കൂടിയിട്ടാണ് ഞാനിതാ ഈ ഒരു വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. കുറച്ച് കനത്താലെ തന്നെ വൈതരിങ്ങ അരിഞ്ഞെടുക്കണം. ഇത് ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ അരിഞ്ഞെടുത്ത വൈതരിങ്ങ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല, ഈ ഒരു കനത്തിലാണ് വൈതരിങ്ങ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളകും 1 ടീസ്പൂൺ എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു വൈതരിങ്ങ തൈര് കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വിചാരിച്ചു പഠിച്ചോനെ ഇന്ന് ഉച്ചക്കെല്ലാവരും ഈ ഒരു തൈര് കറി കഴിക്കുവോളി. എനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വൈതരിങ്ങ തൈര് കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ ഈ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് തൈര് ഈ ഒരു മൺചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിനെ മന്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് കടഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് കടഞ്ഞെടുക്കണം. കാരണം ഈ ഒരു തൈരൊന്ന് കുറച്ചൊരു കട്ടി കൂടുതലാണല്ലോ. മന്തില്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മന്ത് ഉപയോഗിച്ചിട്ട് കടഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു അല്പം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത തൈരാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പുളിയുള്ള തൈര് എടുത്തിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഒരു വൈതരിങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു നാടൻ രീതിയിലുള്ള റെസിപ്പിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എണ്ണ വേണ്ടല്ലോ. അങ്ങനെ നേരത്തെ തന്നെ മസാല പുരട്ടി വെച്ച് വൈതരിങ്ങ ഓരോന്നിട്ടായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു വൈതരിങ്ങ പെട്ടെന്ന് തന്നെ ഉൾഭാഗമൊന്നും കുക്കാകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു രുചികരമായിട്ടുള്ള ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫ്രൈ ആയിട്ടുള്ള വൈതരിങ്ങ ഓരോന്നായിട്ട് തന്നെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ തന്നെ ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഒരു വൈതരിങ്ങ മുഴുവനായിട്ടും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാം.
ഇപ്പോഴത്തെ കുട്ടികളൊന്നും അധികം വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ലല്ലോ, കാരണം വൈതിരിങ്ങൊന്നും കുട്ടികൾ കഴിക്കാറേ ഇല്ല. പക്ഷേ വൈതിരിങ്ങ കൊണ്ട് ഇതേപോലെ തൈര് കറി തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറച്ചും കുട്ടികൾ ചോറ് കഴിക്കും. അപ്പോൾ ഈ ഒരു തൈര് കറിക്ക് വേണ്ടി ഒരു താളിപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ സെയിം പാൻ തന്നെയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 3 വറ്റൽമുളക് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു 5 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ ഒരു കുഞ്ഞുള്ളിനൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളെ വഴുതിരിങ്ങ തൈര് കറി കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതാ ഞാനിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഈ ഒരു കറിവേപ്പില കൂടി നന്നായിട്ട് ഒന്ന് മൂത്തിയിട്ടിട്ട്, അപ്പോഴേക്കും ഇതാ ഈ ഒരു കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടില്ലേ. ഇനി ഇത് ചൂടാലെ തന്നെയാണ് ഈ തൈര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിത് ഞാൻ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തൈരിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വൈതിരിങ്ങയിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള വൈതിരിങ്ങ ഈ ഒരു തൈര് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം താളിപ്പില്ല, ആ താളിപ്പ് പോലെ ഈ ഒരു ചൂടാലെ തന്നെ ഈ ഒരു തൈര് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നില്ല ഇപ്പം തന്നെ ഈ ഒരു വൈതിരിങ്ങ തൈര് കറിയും കൂട്ടിയിട്ട് ചോറ് കഴിക്കണമെന്നുള്ള. അപ്പോൾ ഇത് അതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടും ഈസിയായി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ വൈതിരിങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് തരണേ.